ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. പ്രധാനമന്ത്രി എന്ന നിലയ്ക്കുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ അമേരിക്കൻ സന്ദർശനത്തിൻ്റെ ദിനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒബാമയുമായി മോദി കൂടിക്കാഴ്ച നടത്തും അമേരിക്കയിൽ. അതിൻ്റെ വാർത്തകളാണിന്ന് പത്രലോകം തരുന്ന പ്രധാനപ്പെട്ട വാർത്ത. ആ സാഹചര്യത്തിൽ പ്രവാസികൾക്ക് എന്താണ് മോദിക്ക് നൽകാനുള്ളത്? പ്രവാസികൾ മോദിയെ കേൾക്കാൻ തിങ്ങി നിറഞ്ഞിരുന്നു ഇന്നലെ ന്യൂയോർക്കിൽ. അതേ സംബന്ധിച്ച വാർത്ത കേരള കൗമുദി ഒന്നാമത്തെ വാർത്തയാക്കിയിരിക്കുന്നു. കാണുക. പ്രവാസികൾക്ക് വോട്ടവകാശം ഉറപ്പാക്കും എന്ന് നരേന്ദ്രമോദി. സചിത്രമായാണ് ആ വാർത്ത കേരള കൗമുദി ഒന്നാം വാർത്തയാക്കി തരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. പ്രവാസി ഇന്ത്യക്കാർക്ക് വോട്ടവകാശം ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യൻ വംശജരായ പ്രവാസികൾക്ക് സ്ഥിരം വിസ നൽകും. ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് ജനാധിപത്യവും ജനസംഖ്യയുടെ 65% വരുന്ന യുവാക്കളുമാണ് എന്ന് അമേരിക്കയിൽ മോദി പ്രസംഗിച്ച കാര്യം കേരള കൗമുദി ഒന്നാം പേജിലെ ആദ്യ വാർത്തയാക്കി ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. മോദിയുടെ ലക്ഷ്യം വികസനം തന്നെയെന്ന് മോദി അമേരിക്കയിൽ പറഞ്ഞിരിക്കുന്നു. മംഗളം എന്ന പത്രം അത് ഒന്നാം പേജിൽ അവസാന വാർത്തയാക്കി തരുന്നു. സചിത്രമായ വാർത്ത ഇങ്ങനെ: വികസനം ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റും ഇന്ത്യയിൽ എന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത്. വളരെ മഹത്തായ അല്ലെങ്കിൽ മനോഹരമായ ഒരു കോയിനിങ് തന്നെയാണ്. വികസനം ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റും. ഗാന്ധിജി എങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റിയോ അതേപോലെ താൻ വികസനം ഇന്ത്യയുടെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റും എന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത്. കാണുക. വികസനം ജനകീയ പ്രസ്ഥാനമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ തടിച്ചുകൂടിയ 20,000-ഓളം വരുന്ന പ്രവാസി ഭാരതീയരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ സർക്കാരിൽ ഇന്ത്യക്കാരെ പോലെ നിങ്ങളും ഏറെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ സർക്കാർ പ്രതീക്ഷകൾ 100% നിറവേറ്റും. കരഘോഷങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. നിർഭാഗ്യവശാൽ വികസനത്തിൻ്റെ ഉത്തരവാദിത്വം ഇതുവരെ സർക്കാരിന് മാത്രമായിരുന്നു. ഇനി അത് ജനതയ്ക്ക് കൂടിയുള്ളതാണ്. മഹാത്മാഗാന്ധി ഓരോ ഭാരതീയനെയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാക്കിയതുപോലെ വികസനത്തിൽ ജനങ്ങളെ ആകെ പങ്കാളികളാക്കും. ഉത്തരവാദിത്വം നിറവേറ്റും. നിങ്ങൾക്ക് നിരാശപ്പെടുത്തുന്ന യാതൊരു കാര്യവും താൻ ചെയ്യാൻ പോകുന്നില്ല എന്ന ഉറപ്പുകൂടി വിദേശ പ്രവാസി മലയാളികൾക്ക്, പ്രവാസികളായ ഇന്ത്യക്കാർക്ക് അമേരിക്കയിൽ മോദി നൽകിയിരിക്കുന്നു എന്നാണ് ഈ മംഗളത്തിൻ്റെ ഒന്നാം പേജ് വാർത്ത നമ്മോട് പറയുന്നത്. മോദി അമേരിക്കയിലെത്തിയപ്പോൾ തന്നെ 2002 ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട കോടതിയുടെ നോട്ടീസ് അമേരിക്ക പുറപ്പെടുവിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. ഏതായാലും ഒരു വിദേശ പ്രധാനമന്ത്രി സ്വദേശത്ത് യാത്രയായിരിക്കുന്ന സമയത്ത്, സന്ദർശനം നടത്തുന്ന സമയത്ത് ആ നോട്ടീസ് ഒന്നും നൽകാൻ കഴിയില്ല എന്ന് അമേരിക്ക വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആ സമയത്ത് തന്നെ നോട്ടീസ് എത്തിയിരിക്കുന്നു എന്നത് കാവ്യാത്മകമായ ഒരു നീതിയുടെ ഉത്തരവാദിത്വ ബോധമാണ് എന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് അമേരിക്കയിൽ മോഡി സന്ദർശനം നടത്തുകയും ന്യൂയോർക്കിൽ 20,000-ൽ പരം പ്രവാസി ഭാരതീയരെ അഭിസംബോധന ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ US-ൽ മോദിക്കെതിരെ ജനകീയ പ്രതിഷേധവും ഇന്ത്യക്കാരുടെ അരങ്ങേറുന്നുണ്ട്. ആ വാർത്ത ഇന്ത്യ ലോകം പേജിൽ ദേശാഭിമാനി തരുന്നത് കാണുക. US-ൽ മോദിക്കെതിരെ ജനകീയ പ്രതിഷേധം. അമേരിക്കയിൽ തിരക്കിട്ട പരിപാടികളിൽ ഏർപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജനകീയ പ്രതിഷേധ കൂട്ടായ്മകൾ ഭീഷണിയാകുന്നു. ഗുജറാത്ത് വംശഹത്യയിൽ പങ്കാളിയായ മോഡിയുടെ സന്ദർശനത്തിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ വിപുലവും വ്യത്യസ്തവുമായ പ്രതിഷേധങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ ഇന്ത്യൻ വംശജരുടെ റാലിക്കെത്തുന്ന മോഡിക്കെതിരെ പ്രതിഷേധമുയർത്താൻ അലയൻസ് ഫോർ ജസ്റ്റിസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന സംഘടന ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 30-ന് അമേരിക്കൻ പ്രസിഡന്റിനെ മോഡി സന്ദർശിക്കുമ്പോൾ വൈറ്റ് ഹൗസിന് പുറത്ത് ജനകീയ കോടതി ചേർന്ന് കുറ്റപത്രം സമർപ്പിക്കാനാണ് 6 for Justice എന്ന സംഘടനയുടെ പദ്ധതി. ആ 30-ാം തീയതി, അത് നാളെയാണ്, അന്ന് ആ സന്ദർശിക്കുന്ന സമയത്ത് തന്നെ ഇതിനെതിരെ പ്രതിഷേധവും അവിടെ ഇരമ്പുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രം മോഡിയുടെ സന്ദർശനമാണ് ശീർഷകമാക്കിയിരിക്കുന്നത്. ഒന്നാം പേജിലെ ശീർഷക വാർത്ത ഇങ്ങനെ: സ്റ്റാർ മോഡി റോക്സ് ദി NRI പാർട്ടി അറ്റ് മാഡിസൺ സ്ക്വയർ എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത ദേവി രൂപ മിത്ര നമുക്ക് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ തരുന്നത്. ഹിന്ദു എന്ന പത്രം കാണുക. മോഡി ചാംസ് ഇന്ത്യൻ ഡയാസ്പോറ എന്ന നിലയ്ക്ക്
ഹിന്ദു എന്ന പത്രം അത് ലീഡാക്കിയിരിക്കുന്നു. രാഹുൽ പണ്ഡിത്ത അത് വാർത്തയാക്കി, ഹിന്ദുവിൻ്റെ ലീഡ് വാർത്തയാക്കി നമുക്ക് തന്നിരിക്കുന്നു. അങ്ങനെ മോദിയുടെ അമേരിക്കൻ സന്ദർശനമാണ് ഇന്ന് പത്രങ്ങൾ പ്രധാന വാർത്തയാക്കി നമുക്ക് തന്നിരിക്കുന്നത്. ഇന്ന് പത്രങ്ങൾ തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് കതിരൂരിൽ എത്തിയ വാർത്തയാണ്. മനോജ് വധവുമായി ബന്ധിപ്പിച്ച് ആ കേസ് CBI അന്വേഷിക്കും എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞ കാര്യം ദേശാഭിമാനി ഒന്നാം പുറത്ത് വന്നിരിക്കുന്നത് കാണുക. മനോജ് വധം CBI അന്വേഷിക്കും, രാജ്നാഥ് സിംഗിൻ്റെ കൽപ്പന എന്നാണ് ദേശാഭിമാനി അതിന് നൽകിയിരിക്കുന്ന ശീർഷകം. അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. RSS നേതാവ് മനോജിൻ്റെ കൊലപാതകം അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് CBI. ഇക്കാര്യം പേഴ്സണൽ മന്ത്രാലയത്തെ അറിയിച്ചതായി CBI ഡയറക്ടർ രഞ്ജിത്ത് സിൻഹ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഉടൻ വിജ്ഞാപനം ഇറക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും വ്യക്തമാക്കി. വെള്ളിയാഴ്ച തലശ്ശേരിക്കടുത്ത കതിരൂർ ഡയമണ്ട് മുക്കിലെ RSS കാര്യാലയത്തിൽ ചേർന്ന യോഗത്തിൽ കേസ് CBI അന്വേഷിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. CBI അതിന് പച്ചക്കൊടി കാണിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് ദേശാഭിമാനി ഇന്ന് ഒന്നാം പുറത്ത് നമുക്ക് തരുന്നത്. അതിനടുത്ത് തന്നെ മറ്റൊരു വാർത്ത കൂടി ഒന്നാം പുറത്ത് ദേശാഭിമാനി തരുന്നു. അത്രമാത്രം സുഖകരമായൊരു വാർത്തയല്ല അത്. ആ വാർത്ത കാണുക. 1-ാം തീയതി ഒക്ടോബർ 1-ന് ട്രഷറി പൂട്ടും എന്ന് ധനവകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ട്രഷറി തപ്പിയും തടഞ്ഞും ഇപ്പോഴും തുറന്നിരിക്കുകയാണ്. 1-ാം തീയതി പൂട്ടിക്കെട്ടും എന്നാണ് G രാജേഷ് കുമാർ അത് തിരുവനന്തപുരത്ത് ദേശാഭിമാനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. അടിയന്തരമായി 2500 കോടി രൂപ കൂടി കണ്ടെത്തിയില്ലെങ്കിൽ ഒക്ടോബർ 1-ന് ട്രഷറി പൂട്ടേണ്ടി വരുമെന്ന് ധനവകുപ്പിൻ്റെ മുന്നറിയിപ്പ്. പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാൻ ഒക്ടോബർ 14-നേ കഴിയൂ. അതിനാൽ കടുത്ത പ്രതിസന്ധി മറികടക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ക്ഷേമനിധികളുടെയും മിച്ച ഫണ്ട് അടിയന്തരമായി ട്രഷറിയിലേക്ക് മാറ്റുക മാത്രമേ പോംവഴിയുള്ളൂവെന്ന് ധനവകുപ്പ് മന്ത്രിസഭയ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം മുഴുവൻ KM മാണി എന്ന ധനമന്ത്രിയുടെ ചുമലിലാണ്. ധാരാളിത്തം കാണിക്കുന്നത് മുഴുവൻ ഉമ്മൻചാണ്ടി. അതിന് മറുപടി പറയേണ്ട ഗതികേടിലാണ് KM മാണി സാർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാണി സാറിന് ഈ ഗതികേട് തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തെക്കുറിച്ച് പേർത്തും ആലോചിക്കേണ്ടതായി വരും.